നമസ്കാരം. കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ ഒരു ഹൈക്കമാൻഡ് ജില്ലയായ ആലപ്പുഴയിലെ കോൺഗ്രസിൻ്റെ സ്ഥിതിയെക്കുറിച്ച് പറഞ്ഞു. ഇന്ന് ഒരു KPCC മെമ്പർമാരുടെ ജില്ലയായ നിയോജക മണ്ഡലമായ കടുത്തുരുത്തിയെക്കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കടുത്തുരുത്തിക്ക് കേരള രാഷ്ട്രീയത്തിൽ ഒത്തിരി നമ്മുടെ ഭൂമിശാസ്ത്രപരമായൊക്കെ ഒത്തിരി പ്രത്യേകതകളുള്ള ചില കുടുംബങ്ങളും വ്യക്തികളുമുണ്ട്. എന്തിന് കുട്ടനാട് പോലും കടുത്തുരുത്തി നിയോജകമണ്ഡലത്തിൽപ്പെട്ട മുരിക്കൻ ഫാമിലിയിൽ അവരാണ് കുട്ടനാട് കായൽ നികത്തി ഒരു നെൽകൃഷിയുടെ താവളമാക്കി മാറ്റിയെടുത്തത്. അതുപോലെ 1964 കോൺഗ്രസ് തുടർന്ന് കേരള കോൺഗ്രസ് ഉണ്ടാകുമ്പോൾ കേരള കോൺഗ്രസിൻ്റെ കൃഷിയും തുടങ്ങിയ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്ന് കടുത്തുരുത്തി തന്നെയാണ്. കേരള കോൺഗ്രസ് കൃഷി ഒരു 65 മുതലുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും ഒരു പർട്ടിക്കുലർ ലെവൽ വരെ കേരള കോൺഗ്രസ് മാത്രമാണ് ജയിച്ചിരുന്നത്, കേരള കോൺഗ്രസ് ഉള്ള മുന്നണി മാത്രമാണ് ജയിച്ചിരുന്നത്. അതിനൊരു അന്ത്യം കുറിച്ചത് CPMൻ്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ്, ജാതി സമവാക്യങ്ങളെ എങ്ങനെ കൂട്ടുപിടിക്കുമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരീക്ഷിച്ചത് അതും കടുത്തുരുത്തി തന്നെയാണ്. കടുത്തുരുത്തിയിലെ പ്രബല ക്രിസ്ത്യൻ വിഭാഗമായ ജ്ഞാനായ സമുദായത്തിൽപ്പെട്ട PC തോമസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ സ്വതന്ത്രനാക്കി നിർത്തിക്കൊണ്ട് ഇടതുപക്ഷം പിന്തുണ നൽകുകയും സ്വതന്ത്രനായി മത്സരിക്കുകയും ചെയ്തു. അവിടെ അങ്ങനെ സാമുദായികമായ ചേരിതിരിവിൻ്റെ ആദ്യത്തെ വിത്തുകൾ പാകിയത് മറ്റാരുമായിരുന്നില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയായിരുന്നു. അവിടെ അദ്ദേഹം ജയിക്കുകയും അങ്ങനെ ഇടതുപക്ഷത്തിന് ആദ്യമായി കടുത്തുരുത്തിയിൽ നിന്ന് സ്വന്തം തനതായ ഒരു MLA ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് ഒത്തിരി ചരിത്രങ്ങൾ പറയാനുണ്ട്. ഈ പ്രാവശ്യമുള്ള പ്രശ്നം കടുത്തുരുത്തി രണ്ട് കേരള കോൺഗ്രസുകളുടെയും പ്രധാനപ്പെട്ട നേതാക്കൾ, ഒന്ന് മോൻസ് ജോസഫ് ഗ്രൂപ്പിന് വേണ്ടി പടപൊരുതുമ്പോൾ മറുവശത്ത് തൊട്ടടുത്ത പാലായിൽ ജോസ് കെ മാണി തന്നെയുണ്ട്. ഈ മോൻസ് ജോസഫിൻ്റെ നിയന്ത്രണത്തിലുള്ള കടുത്തുരുത്തിയിൽ വാശിയേറിയ മത്സരമാണ് നടന്നത്. മോൻസിനെ സഹായിക്കാനായിട്ട് കോൺഗ്രസ് മാത്രമേ ഉള്ളൂ, കോൺഗ്രസ്സാണ് മോൻസിനെ സഹായിക്കുന്നത്. മറുവശത്ത് ഇടതുപക്ഷത്തിൻ്റെ മുഴുവൻ ശക്തി ഉപയോഗിച്ച് മുഴുവൻ സ്ഥാപനങ്ങളെ ഉപയോഗിച്ച് കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ നോക്കുകയാണ് ചെയ്തത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഒരു കാര്യം തെളിയിച്ചു, കടുത്തുരുത്തി ജനാധിപത്യ ചേരിയോടൊപ്പം ജനാധിപത്യ മുന്നണിയോടൊപ്പം കോൺഗ്രസിനോടൊപ്പമേ നിൽക്കുകയുള്ളൂ എന്ന് വ്യക്തമായി തെളിയിച്ചു. ഇങ്ങനെ തെളിയിക്കാൻ കോൺഗ്രസിന് സാധിച്ചതുകൊണ്ട് തന്നെ ഒരു കാര്യം വ്യക്തമാകും, കേരള കോൺഗ്രസോ അല്ല കടുത്തുരുത്തിയിലെ ജനങ്ങൾക്ക് കോട്ടയം ജില്ലയിലെ ജനങ്ങൾക്ക് പ്രശ്നം, മറിച്ച് ജനാധിപത്യ ചേരിയോട് ഒപ്പം നിൽക്കുകയാണ്. ഈ പ്രാവശ്യം കേരളം മുഴുവൻ അലയടിച്ച UDFന് അനുകൂലമായ തരംഗം കടുത്തുരുത്തിയിൽ UDFനെ വലിയ വിജയങ്ങളിലേക്ക് നയിച്ചു. പക്ഷേ കടുത്തുരുത്തിയിലെ ജില്ലാ പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ഉൾപ്പെടെയുള്ള ബ്ലോക്ക് പഞ്ചായത്തുകളും പിടിച്ചടക്കുമ്പോൾ, പഞ്ചായത്തുകളായ മാഞ്ഞൂരും കാണക്കാരിയും പിടിച്ചടക്കുമ്പോൾ, ഞീഴൂരും എല്ലാം പിടിച്ചടക്കുമ്പോൾ കോൺഗ്രസിന് നഷ്ടപ്പെട്ട ചുരുക്കം ചില പഞ്ചായത്തുകളിൽ ഒന്ന് കുറവിലങ്ങാടും 2 കിടങ്ങൂരുമായിരുന്നു. കുറവിലങ്ങാട് കോൺഗ്രസ് ഐക്യമുന്നണി തോറ്റപ്പോൾ മുമ്പോട്ട് വന്നത് ഇടതുപക്ഷ മുന്നണിയാണ്. പക്ഷേ അവിടെയും ഇലക്ഷൻ നിയന്ത്രിക്കുകയും അവിടെ കോൺഗ്രസിന് കാലാകാലങ്ങളായി നേതൃത്വം നൽകുകയും ചെയ്തിരുന്ന ഒരു KPCC മെമ്പറുണ്ട്, T. ജോസഫ്. അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് കുറവിലങ്ങാട് കോൺഗ്രസ് രാഷ്ട്രീയം കാലാകാലങ്ങളായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അവിടെ പക്ഷേ കോൺഗ്രസിന് ജയിക്കാൻ സാധിച്ചില്ല. മാത്രമല്ല ആര് ജയിച്ചു? LDF ജയിക്കുകയും ചെയ്തു. അപ്പോൾ ഇതെന്തുകൊണ്ട് എന്ന് അന്വേഷിക്കുമ്പം അവിടെ കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കങ്ങളും ഗ്രൂപ്പുകളികളും കൊണ്ട് മാത്രം തകർന്നു പോയ സ്ഥലമാണ്. അപ്രതീക്ഷിതമായിട്ടാണ് അവിടെ ഇടതുപക്ഷം ജയിക്കുന്നത്. ഒരു ഇടതുപക്ഷ സ്വതന്ത്രൻ CPM നേതാവിനെ ഇടതുപക്ഷ സ്വതന്ത്രനായിട്ട് നിർത്തി കോൺഗ്രസ് സപ്പോർട്ട് ചെയ്താണ് ജയിക്കുന്നത്, ശശികുമാർ. ഇനി തൊട്ടടുത്ത പഞ്ചായത്ത് കിടങ്ങൂർ, അതും കടുത്തുരുത്തിയുടെ ഭാഗമാണ്. കിടങ്ങൂർ അതിലും വലിയ അത്ഭുതം സംഭവിച്ചു. അവിടെയുമുണ്ട് ഒരു മുതിർന്ന സീനിയറായിട്ട് വർഷങ്ങളായി KPCCയിൽ ഇരിക്കുന്ന ജാൻസ് കുന്നപ്പള്ളി. ആദ്യത്തെ ആൾ A ഗ്രൂപ്പും രണ്ടാമത്തെ ആൾ I ഗ്രൂപ്പുമാണെന്ന് തോന്നുന്നു, ജാൻസ് കുന്നപ്പള്ളി. അവിടെ LDF അല്ല ജയിച്ചത്, പക്ഷെ കോൺഗ്രസ് തോക്കുകയും ചെയ്തു. പകരം അവിടെ ഒറ്റക്കക്ഷി വലിയ കക്ഷിയായിട്ട് മുന്നോട്ട് വന്നത് BJP ആണ്. ഈ 2 മാറ്റങ്ങൾ ഉണ്ടായത് 2 KPCC മെമ്പർമാർ നേരിട്ട് നയിച്ച പഞ്ചായത്തുകളിലാണ്. എന്തേ ഇങ്ങനെ സംഭവിക്കുന്നത്? കാലഹരണപ്പെട്ട കുറേ നേതാക്കന്മാർ എല്ലാ ജില്ലകളിലും ഉണ്ട്. തിരുവനന്തപുരമൊക്കെ അങ്ങനെ ആയിപ്പോയതാണ്. ഇത്തരം ആൾക്കാരെ കൊണ്ടും പ്രവർത്തിച്ച് അവരില്ലാതാക്കിയ ജില്ലകളാണ്. അത് കണ്ടറിയണമെങ്കിൽ ഇവിടെ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ. ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കോൺഗ്രസിൻ്റെ താഴെത്തട്ടിലുള്ള അണികൾക്ക് തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും വിജയമുണ്ടാകും. പക്ഷേ അതിന് ചിലപ്പോൾ ഇത്തരം നേതാക്കളെ തള്ളിപ്പറയാൻ പ്രവർത്തകർ തയ്യാറാവുകയും അവർക്ക് വേണ്ട പിന്തുണ KPCCയിലെ വിവരമുള്ള നേതാക്കൾ ഇവർക്ക് കൊടുക്കുകയും വേണം. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വീതം വെച്ചാൽ നടക്കില്ല. എൻ്റെ ആൾ എന്നുള്ള വാദമാണ് പ്രശ്നമാകുന്നത്. എങ്ങും പ്രവർത്തിക്കാത്ത ഒത്തിരി സ്ഥലത്ത് വീട് പോലും കയറാത്ത സ്ഥലങ്ങളിൽ പോലും കോൺഗ്രസ് ജയിച്ചു. ഇപ്പോൾ ചങ്ങനാശ്ശേരിയൊക്കെ അതിൻ്റെ ഉദാഹരണമാണ്, കൊല്ലം അതിൻ്റെ ഉദാഹരണമാണ്. പക്ഷേ ജനങ്ങളെ വെറുപ്പിക്കാത്ത കോൺഗ്രസ് നേതാക്കളുണ്ടെങ്കിൽ
അവിടെ കോൺഗ്രസിനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായി. കാരണം ഇത് പിണറായിയോടുള്ള ദേഷ്യത്തിൻ്റെ പ്രതിഫലനമായിരുന്നു, ആരുടെയും നേട്ടത്തിൻ്റെ ഫലമായിട്ടല്ല. അത് അംഗീകരിച്ചുകൊണ്ട് ഇപ്പോൾ കിട്ടിയ നേട്ടത്തെ തങ്ങളോടൊപ്പം ചേർത്ത് നിർത്താൻ കോൺഗ്രസിനും കോൺഗ്രസ് നേതാക്കൾക്കും കഴിഞ്ഞാൽ കേരളത്തിന് സമാധാനപരമായ, മിനിമം ഒന്നും സാധിച്ചില്ലെങ്കിലും സമാധാനപരമായൊരു അന്തരീക്ഷം കേരളത്തിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.